ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞിട്ട് നമ്മളൊക്കെ ഒരു മധുരം കഴിക്കുക എന്നുള്ളത് നമ്മുടെയൊക്കെ ഒരു പതിവായിരിക്കും അല്ലേ. പക്ഷേ എനിക്ക് അങ്ങനെ ഒരു ശീലമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷേ ഇന്ന് എന്തോ അങ്ങനെ ഒരു ആഗ്രഹം തോന്നി. അപ്പം ഞാൻ നേരെ അടുക്കളയിലേക്ക് പോയി. അടുക്കളയിലേക്ക് പോയിട്ട് വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചപ്പോഴാണ് മാംഗോ കോക്കനട്ട് ലഡു ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. അപ്പം ഞാനത് മാങ്ങയൊക്കെ എടുത്ത് കഴുകി വൃത്തിയാക്കി തൊലിയെല്ലാം കളയുന്നുണ്ട്. അപ്പോൾ മോൻ ഇന്നലെ മാങ്ങ കണ്ടപ്പോൾ പറഞ്ഞിരുന്നു മാംഗോ കോക്കനട്ട് ലഡു വേണോ അമ്മ എന്ന് മോനും മോളും പറഞ്ഞിരുന്നു. അപ്പം ഞാൻ അവരുടെ ആഗ്രഹവും നടക്കുമല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ പിന്നെ അങ്ങനെ അതന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. നമുക്ക് മാങ്ങേനെ കുഞ്ഞു കുഞ്ഞു പീസായി കട്ട് ചെയ്യാം കേട്ടോ. 3 കുഞ്ഞു മാങ്ങ ആയതുകൊണ്ടാണ് 3 എടുത്തത്. ഒരു മീഡിയം സൈസ് ഉള്ളതൊക്കെ ആണെങ്കിൽ 2 എടുത്താൽ മതിയാവും. എല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. നമുക്കൊരു മിക്സിയുടെ ജാർ എടുക്കാം. അതിലേക്ക് ഇതിട്ട് കൊടുക്കാം. മാങ്ങ ഇട്ട് കൊടുക്കാം. ഒരു ഏലക്ക ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് ഒരെണ്ണം മതിയാവും. അപ്പൊ നല്ലൊരു ഫ്ലേവർ കിട്ടും കേട്ടോ. ഇത്രയും ചേർത്ത് കൊടുത്താൽ മതി. ഇത് ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. പിന്നെ നമുക്ക് അതിലേക്ക് പഞ്ചസാര ഇടണം. ഈ മാങ്ങയ്ക്ക് നല്ല മധുരം ഉണ്ട് കേട്ടോ. അപ്പൊ അത് ഞാൻ വളരെ കുറവ് പഞ്ചസാര ഇടണേ. 2 ടേബിൾ സ്പൂൺ ഇട്ടാൽ മതിയാവും. മാങ്ങയുടെ മധുരം അനുസരിച്ചിട്ട് നമുക്ക് 2 ടേബിൾ സ്പൂൺ മുതൽ അര കപ്പ് വരെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനിതൊന്ന് അരച്ചിട്ട് വരാം. നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഒരു പാൻ അടുപ്പത്തേക്ക് വെക്കാം. പാൻ ചൂടായിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന മാംഗോന്റെ ഇത് ഇട്ട് കൊടുക്കാം. പൾപ്പ് ഇട്ട് കൊടുക്കാം. മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായി ഇളക്കണം. സിമ്മിൽ ഇട്ടാൽ മതി കേട്ടോ, അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിമിൽ, അല്ലെങ്കിൽ പെട്ടെന്ന് അടി പിടിച്ച് പോവും. നന്നായി ഇളക്കി കൊടുക്കാം. കുറച്ചധികം സമയം ഇളക്കേണ്ട വരും കേട്ടോ, കാരണം ഇതൊന്ന് നന്നായിട്ട് കുക്കാവണം. നമുക്ക് ഇതിലേക്ക് 1 കവറ് പാൽപ്പൊടി കേട്ടോ, 10 രൂപന്റെ പാൽപ്പൊടി ഇല്ലേ, അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കാം. അപ്പോഴാണ് നല്ല ടേസ്റ്റ് വരിക കേട്ടോ. അതിന് ഉണ്ടെങ്കിൽ വേണമെന്നൊന്നുമില്ല, ഉണ്ടെങ്കിൽ ഇത് ചേർത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇതിലേക്ക് നമുക്ക് 1/2 കപ്പ് മുതൽ 3/4 കപ്പ് വരെ ഡെസിക്കേറ്റഡ് കോക്കനട്ട് കേട്ടോ, അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഇളക്കി കൊടുക്കാം. ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് നന്നായി ഇളക്കി നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇതൊന്ന് പാനിന്ന് വിട്ട് വരുന്ന രൂപത്തിലാകുമ്പോൾ നമുക്ക് വേറെ ഇതിലേക്ക് മാറ്റാം കേട്ടോ. ഞാൻ ഈ പാൽപ്പൊടി ചേർത്താതെയും ചേർത്തിട്ടും ഉണ്ടാക്കി നോക്കിട്ടോ. പക്ഷെ പാൽപ്പൊടി ചേർത്തുമ്പോഴാണ് കുറച്ചുകൂടെ നല്ല ടേസ്റ്റ് കേട്ടോ. പാൽപ്പൊടി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചേർക്കണം. അപ്പൊ ഇല്ലാതെ വേറൊരു ടേസ്റ്റ്, അതും ടേസ്റ്റ് ഉണ്ട്, എന്നാല് പാൽപ്പൊടി ചേർത്തുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. ഇതാണ് കുറച്ചുകൂടെ, പാൽപ്പൊടി ചേർത്തുന്നതാണ് കുറച്ചുകൂടെ ടേസ്റ്റ് കിട്ടാൻ. ഞാൻ 2 രൂപത്തിലും ട്രൈ ചെയ്തു. എനിക്ക് ടേസ്റ്റി ആയിട്ട് തോന്നിയത് പാൽപ്പൊടി ചേർത്തിട്ടാണ്. ഇത് ഏകദേശം ആയി വരുന്നുണ്ട്. ഇതുണ്ടോ, ഇങ്ങനെ ആവണം. ഇതായിട്ടുണ്ട്. നമുക്കിത് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ഇത് തണുക്കട്ടെ. ഇത് തണുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് കയ്യിലേക്ക് നെയ്യ് ഒന്ന് തടവി കൊടുക്കാം. കയ്യിലേക്ക് നെയ്യ് തടവി കൊടുത്തിട്ട് നമുക്ക് ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുക്കാം. എന്നിട്ട് ഡെസിക്കേറ്റഡ് കോക്കനട്ടില് ഇങ്ങനെ പൊതിഞ്ഞെടുക്കാം. ഞാനിവിടെ എല്ലാം ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ആ കോക്കനട്ടിന്റെയും ഏലക്കായന്റെയും മാങ്ങയുടെ ഒക്കെ ടേസ്റ്റ് നന്നായി വരുന്നുണ്ട്. പാൽപ്പൊടി ചേർത്തത് കൊണ്ടാട്ടോ നല്ല ടേസ്റ്റ് ആയത്. നല്ല ടേസ്റ്റ് ഉണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. താങ്ക്സ് ഫോർ വാച്ചിങ്.